എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 ശ്ലോകം 39, 40, 41 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകളുടെ കടുത്ത ദുഃഖം സഹിച്ചുകൊണ്ട് അവര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടലശ്രീഗണ്ഡസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡവിലം വിലോക്യ വക്ഷശ്രീകരമണം ച പവാമദാസ്യ. നിങ്ങളുടെ വീട്ടിലെ റാണിമാരല്ലേ, നിങ്ങൾ എന്തിനാണ് എന്റെ പാദദാസ്യം കാക്ഷിക്കണത് എന്നുള്ള ഭഗവാന്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു പോലെ അവര് പറയണു. കുണ്ടലങ്ങളുടെ കാന്തിയാൽ അതിമനോഹരമായ കവിൾത്തടത്തോടും അമൃതത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായ അധരത്തോടും മനോഹരമായ മന്ദഹാസത്തോട് ചേർന്നിരിക്കുന്ന ആ കടക്കൺ നോട്ടത്തോടും കൂടിയ നീന്തിരുവടിയുടെ അളകത്താൽ മറയ്ക്കപ്പെട്ട മുഖത്തെയും ഭക്തന്മാരുടെ സന്താപങ്ങളെ മുഴുവൻ നശിപ്പിച്ച് സംസാര സമുദ്രത്തിൽ നിന്ന് അവരെ കരകയറ്റുന്ന നീണ്ട കൈകളെയും മഹാലക്ഷ്മിക്ക് മാത്രമല്ലാതെ ഇതര സ്ത്രീകൾക്ക് പരമദുർലഭമായിരിക്കുന്ന മാറിടത്തെയും കണ്ട് ആനന്ദിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാസ്യം സിദ്ധിച്ചാൽ തന്നെ ഞങ്ങൾ അത്യന്തം ധന്യകളായി ഭവിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ദാസ്യം തന്നെ നൽകണേ. അതാണ് ഭഗവാന്റെ ആ മുഖം, ഗണ്ഡസ്ഥലം, അധരം, വക്ഷസ്ഥലം, ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം ധ്യാനിച്ച് ഉറപ്പിക്കുമ്പോ ആ സൗന്ദര്യ സമുദ്രത്തിന്റെ സേതുവായിട്ട് ഭവിച്ചിരിക്കുന്ന ആ മനോഹര രൂപം ഹൃദയകമലത്തിൽ അങ്ങനെ സ്ഫുരിക്കും. ഇതിങ്ങനെ ഓരോന്നും ധ്യാനിക്കുമ്പോ ഭഗവാന്റെ മുഖം അല്ലെ, ഭഗവാൻ അങ്ങനെ ഹൃദയ കമലത്തില് ശോഭിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ടിങ്ങനെ ആനന്ദിക്കുന്നവർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ ഭഗവാൻ സുന്ദര രൂപനായിട്ട് അങ്ങനെ വിളങ്ങുന്ന സമയത്ത് അത് കണ്ട വേറെ എന്ത് കണ്ടാലും അത്ര ആനന്ദം ഉണ്ടാവില്ല. അപ്പൊ വേറെ എല്ലാത്തിലും അങ്ങോട്ട് ഒരു മടുപ്പ്, ഒരു വിരക്തി അങ്ങോട്ട് വരികയാണ്. ഭഗവാന്റെ ആ സുന്ദര രൂപം ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടത്? വേറെ ഒന്നും ആഗ്രഹമില്ല, അതിൽ തന്നെ ഇങ്ങനെ ലയിച്ചിരിക്കുക. അനേക വസ്തുക്കളിൽ സഞ്ചരിച്ച് ഒന്നിൽ നിന്നും സുഖലേശം സിദ്ധിക്കാതെ പരിതപിച്ചിരിക്കുന്ന മനസ്സിന് ഇങ്ങനെയുള്ള ആനന്ദം സിദ്ധിക്കുന്നതായിട്ടുള്ള ആ രൂപദർശനം ഉണ്ടായാൽ അതിനു മുമ്പുള്ള സകലത്തെയും വെടിഞ്ഞ് പരമാനന്ദ സ്വരൂപമായ ആ രൂപത്തിൽ മാത്രമേ രതി ഉണ്ടാവുള്ളൂ അല്ലെ. ആ സുന്ദര വസ്തുവിന്റെ ദാസ്യത്തെ അനുഷ്ഠിക്കാൻ സാധിച്ചാൽ ഇത് തന്നെ ജന്മസാഫല്യപ്രദമായ ലാഭം എന്ന് ആ ഗോപികൾക്ക് തോന്നിയതുപോലെ ആ മനോഹര സ്വരൂപത്തെ ധ്യാനിക്കുന്ന എല്ലാവർക്കും, ഗോപികൾക്ക് മാത്രമല്ല, അങ്ങനെയുള്ള ഭഗവാന്റെ മനോഹര സ്വരൂപത്തെ ധ്യാനിക്കുന്ന എല്ലാവർക്കും അത് തോന്നും. വേറെ ഒന്നും വേണ്ട ഭഗവാന്, ഇത് മാത്രം മതി. ആനന്ദം, ആനന്ദം മാത്രം, പരമാനന്ദം, ബ്രഹ്മാനന്ദം അല്ലെ. അതിനാൽ പരമസുന്ദര ഭഗവത് രൂപ ദർശനം അങ്ങനെ സാക്ഷാത്തായിട്ട് കാണുമ്പോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗോപികൾ മറ്റു സകലതും വെടിഞ്ഞ് ഭഗവദ്ദാസ്യത്തെ പ്രാപിച്ചത് സമുചിതമായില്ല, ധർമ്മവിരോധമായി എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സാധാരണ സ്ത്രീകള് സാധാരണ പ്രാകൃത ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് അതുപോലെ തന്നെ പ്രാകൃതനായിരിക്കുന്ന ഒരു പുരുഷന് ജാരനായി സിദ്ധിക്കാൻ പരിശ്രമിക്കുന്നത് പോലെയാണ് ഈ ഗോപികൾ ചെയ്തത് എന്നുള്ള തെറ്റിദ്ധാരണ നിമിത്തമാണ്. ഗോപികള് അങ്ങനെയുള്ള സാധാരണ സ്ത്രീകളല്ല, ഭഗവാൻ ആ പ്രാകൃത പുരുഷനും അല്ല. ഭക്തിയുടെ സ്വരൂപം അനുഷ്ഠിച്ച് കാട്ടിക്കൊടുത്ത് ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന ആ ശ്രുതി ദേവതകളായ ആണ് ഗോപിമാര്. അപ്പൊ അവര് പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാര സിദ്ധിയിൽ സകലതും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പാദദാസ്യം കാക്ഷിക്കാതിരുന്നാലല്ലേ അനുചിതം എന്ന് കുറച്ചൊക്കെ ആലോചിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവും. പിന്നെ അവര് പറയുന്നു, കാസ്ത്രംഗതേ കളപദായതമൂർച്ഛിതേന സമ്മോഹിതാര്യചരിതാൻ ന ചലേത്രിലോക്യാം ത്രൈലോക്യ സൗഭഗമിദം ച നിരീക്ഷ്യ രൂപം യദ്ഗോദ്വിജദ്രുമമൃഗാഃ
ഉളകാന്യഭിപ്രൻ. ജാരസംഘം കുലസ്ത്രീകൾക്ക് നിഷിദ്ധല്ലേ എന്നുള്ള ആ ഭഗവാന്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. ഹേ സുന്ദരാംഗ, ഞങ്ങളിൽ നിന്ന് വേറിടാതെ ഇരിക്കുന്ന ഹേ പരമപുരുഷ, അവിടുത്തെ അവ്യക്ത മധുരപദങ്ങളോടും അതിദീർഘമായ ആരോഹണ അവരോഹണ ക്രമത്തോയും കൂടി ആ വേണുഗാനം കേൾക്കുകയും 3 ലോകത്തിലും വെച്ചും അതിസുന്ദരതരമായിരിക്കുന്ന ഈ മാധുര്യം, സാക്ഷാൽ ആ രൂപമാധുര്യം സാക്ഷാൽ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്യുന്ന ഏതൊരു സ്ത്രീ അങ്ങയെ മോഹിക്കില്ല? ഏതൊരു സ്ത്രീക്കാണ് അങ്ങയെ മോഹിക്കാതിരിക്കാൻ സാധിക്കുക? അങ്ങനെ മോഹിക്കുമ്പോൾ അവര് ചിരകാലമായി നടത്തി വന്നിരിക്കുന്ന ആര്യധർമ്മത്തെ ഉപേക്ഷിക്കാതിരിക്കുമോ? വിശേഷ ബുദ്ധിയില്ലാത്ത പശുക്കളും പക്ഷികളും മൃഗങ്ങളും കൂടി വേണുഗാനം കേട്ടിട്ട് അങ്ങനെ രൂപദർശനം സിദ്ധിച്ച് അവിടുത്തെ വേണുഗാനം കേട്ടതുകൊണ്ടും അവിടുത്തെ ആ രൂപ സൗന്ദര്യം ആസ്വദിച്ചതുകൊണ്ടും അവയുടെ ദേഹങ്ങളെ രോമാഞ്ചം ധരിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ മൃഗങ്ങളും കൂടി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചു എന്നത് ഒരു ആശ്ചര്യപ്പെടാൻ എന്താ ഉള്ളത്? അത് ഒരിക്കലും അനുചിതമല്ല പറയണ ഗോപസ്ത്രീകൾ. വൃന്ദാവനത്തിൽ ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ പശുക്കൾ ഓടി വന്ന് ഭഗവാന്റെ ചുറ്റും വന്നിങ്ങനെ നിൽക്കും. പശുക്കൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും. പറഞ്ഞില്ലേ, ചരങ്ങളെ അചരങ്ങളും അചരങ്ങളെ ചരങ്ങളും ആക്കുന്നതാണ് വേണുഗാനം എന്നത് ആ വേണുഗാനത്തിന്റെ വർണ്ണിച്ചപ്പോ പറഞ്ഞില്ലേ. എല്ലാവരും ഇങ്ങനെ പശുക്കുട്ടികള് ആ പാല് തള്ളപ്പശുക്കളുടെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവര് അത് കുടിക്കാൻ മറന്ന് അവരുടെ ചെറിയ കൂടി ഇങ്ങനെ പാലൊരിച്ചുകൊണ്ട് കണ്ണുകൾ ഇങ്ങനെ വിടർത്തി അനങ്ങാണ്ട് ചുറ്റും ആ ഭഗവാന് തന്നെ നോക്കി നിൽക്കണം. കൊച്ചു പശുക്കുട്ടികളും കൂടി. എന്താണെന്നറിയാത്ത ഒരു വികാരമാണ് അവരുടെ മനസ്സിൽ. അപ്പൊ പിന്നെ വിശേഷ ബുദ്ധിയില്ലാത്ത ആ മൃഗങ്ങളും കൂടി മോഹിച്ചിരിക്കണ സ്ഥിതിക്ക് ഗോപികൾ മോഹിച്ചത് തെറ്റാണോ? അങ്ങയുടെ ഗാനശ്രവണത്താലും രൂപദർശനത്താലും മാത്രമല്ല, അങ്ങയെ പ്രകാശിപ്പിക്കുന്ന കൃഷ്ണ രാമ എന്നിങ്ങനെയുള്ള ആ ശബ്ദശ്രവണത്താൽ തന്നെ അഭിജ്ഞ ശിരോമണികളും പരമവിവേകികളുമായ പുരുഷന്മാരുകൂടി അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് തെറ്റി നിന്തിരുവടിയെ ആശ്രയിക്കുന്നു. ആ സ്ഥിതിക്ക് സ്ത്രീകളായ ഞങ്ങളെ ആശ്രയിച്ചതിൽ എന്തൊരു ദോഷമുള്ളത് എന്നാണ് അവര് പറഞ്ഞതിന്റെ സാരം. ഈ മൃഗങ്ങളെ കൂടി മോഹിപ്പിക്കുന്ന വേണുഗാനം ചെയ്യുന്ന നാദാന്തരൂപനെ വിട്ടുപിരിയുവാൻ ശക്തകളല്ലാത്ത ഭവിച്ച ഗോപികള് അവരുടെ സ്വധർമ്മത്തെ ഉപേക്ഷിച്ചത് സാഹസമായി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഈ സംഗതികളൊക്കെ നന്നായി ചിന്തിക്കേണ്ടതാണ്. ഗാനശ്രവണം തന്നെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കാൻ മതിയായിരിക്കെ ഭഗവാന്റെ ആ രൂപസാക്ഷാത്കാരം കൂടി സിദ്ധിച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സമീപം വിട്ടുപിരിയുവാൻ സമർത്ഥകളല്ലാതെ വന്നത് അനുചിതമല്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ ജന്മസാഫല്യപ്രദമായ ലാഭം. ഇതാണ് ഗോപികള് പറഞ്ഞതിന്റെ സാരം. അംഗ എന്ന് സംബോധന ചെയ്തുല്ലോ. ഞങ്ങളുടെ അന്തരംഗത്തിൽ വസിക്കുന്ന ആത്മസ്വരൂപനായ നിന്തിരുവടിയോട് ഞങ്ങൾ ചേരുന്നത് അന്യപുരുഷനായ ജാരനോടുള്ള ചേർച്ച പോലെയാണെന്ന് വരുന്നത് എങ്ങനെ? ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. അവിടുന്നാണ് ഞങ്ങളുടെ എല്ലാം. അവിടുത്തെ ആശ്രയിക്കാനായി സിദ്ധിച്ച ഈ അവസരം ഞങ്ങളിൽ നിന്ന് അപഹരിക്കാതിരിക്കാൻ കരുണയുണ്ടാവണേ എന്ന് അവര് പ്രാർത്ഥിക്കണം. വ്യക്തം ഭവാൻ വ്രജഭയാർത്തിഹരോഭിജാതോ ദേവോ യഥാദിപുരുഷ സുരലോകഗോപ്ത തന്നോ നിധേഹി കരപങ്കജം ആർത്തബന്ധോ ആർത്തബന്ധോ തതസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണ. സാക്ഷാൽ മഹാവിഷ്ണു ദേവലോകത്തില് അന്നാളുണ്ടാകുന്ന ഉപദ്രവങ്ങളെ ഒക്കെ തീർത്ത് രക്ഷിക്കാൻ വാമനൻ മുതലായിട്ടുള്ള ശരീരങ്ങൾ ധരിക്കുന്നത് പോലെ ഭഗവാനെ അവിടുന്ന് വ്രജത്തിലുള്ള സകല ആളുകളുടെയും സന്താപങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഈ ഗോകുലത്തിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുവരെയുള്ള ആ സംഭവങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങള് അങ്ങയുടെ ദാസികളാണ്. എല്ലാവരെയും രക്ഷിക്കുന്ന നിന്തിരുവടി ഞങ്ങളെ മാത്രം സ്വീകരിക്കാതെ ഞങ്ങൾക്ക് ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നത് ഒട്ടും സമുചിതമല്ല. ഹേ ആർത്തബന്ധോ, അങ്ങയെ ഉദ്ദേശിച്ച് പരിതപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭുജങ്ങളിലും ശിരസ്സുകളിലും സർവസന്താപങ്ങളെയും നശിപ്പിക്കാൻ തക്ക ശീതളമായ അങ്ങയുടെ പങ്കജതുല്യമായ കൈകൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണം. കാമുകനെ ആഗ്രഹിക്കുന്ന കാമയുടെ മദനതാപത്താൽ അവളുടെ ഹൃദയം പരിതപിക്കുന്നത് പോലെ ഈശ്വര സാക്ഷാത്കാരം കാക്ഷിച്ചു പരിശ്രമിക്കുന്നവരുടെ ഹൃദയവും ശിരസ്സും ഒരുപോലെ തപിച്ചിരിക്കും. സന്താപം തീർക്കണം, ആനന്ദം വർദ്ധിപ്പിക്കണം എന്ന് ദുഃഖിതരായ
ജീവകോടികൾ ചെയ്യുന്ന പ്രാർത്ഥന ഗോപികള് ഭഗവാനോട് ചെയ്തിരിക്കുന്നു. ഇതര വിഷയങ്ങളെ ഒന്നും കാക്ഷിക്കാതെ ആനന്ദ അനുഭൂതിക്ക് വേണ്ടി മാത്രം ഭഗവാനെ ഭജിക്കണം എന്ന് ഇവരുടെ ഈ വാക്യം സാധാരണക്കാരോട് ഉപദേശിക്കുകയാണ്. അമൂർത്തമായ ആനന്ദം മൂർത്തി ധരിച്ചതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം. ആനന്ദം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ആ അമൃതാകൃതിയോട് ചേരണം. ആ രൂപത്തിലെ ഓരോ അവയവങ്ങളെയും സമുചിത രീതിയിൽ അനുഭവിച്ച് ചരിതാർത്ഥകളാകണം എന്നാണ് ആ ഗോപകളുടെ അന്തരനിശ്ചയം. അത് കേട്ടിട്ട് ഇതാ ഭഗവാൻ ഗോപസ്ത്രീകളെ രമിപ്പിക്കാനായിട്ട് ആരംഭിക്കണം. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ